ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ജി എസ് ടിയിൽ വരുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ഡെഫിനേഷൻ ആണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ. അപ്പോൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ ആ പേരിൽ തന്നെ ഉണ്ട്. അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ അല്ലെ. ടേൺ ഓവർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, സെയിൽസിനെയാണ് നമ്മൾ നോർമലി ടേൺ ഓവർ എന്ന് പറയുന്നത്. അതേസമയം ജി എസ് ടിയിൽ നമുക്ക് സെയിൽസ് എന്നുള്ളതിനല്ല ഇമ്പോർട്ടൻസ്, പകരം നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് സപ്ലൈ. ഓക്കെ, സപ്ലൈ എന്ന് പറയുമ്പോൾ ഒരു വൈഡർ ടേം ആണ്, അതായത് ഒരു വലിയ മീനിങ് ഉള്ള ഒരു ടേം ആണ് സപ്ലൈ. അതിൽ സെയിൽസ് മാത്രമല്ല വരുന്നത്, സെയിൽസിന് പുറമെ പലതും, അതായത് ഇപ്പൊ നമ്മൾ ലീസിന് കൊടുക്കുന്നത്, അതുപോലെ റെന്റിന് കൊടുക്കുന്നത് ഒക്കെ സപ്ലൈ എന്നുള്ള ഒരു ഡെഫിനേഷനിൽ പെടുന്നുണ്ട്. അപ്പൊ സപ്ലൈ എന്താന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ തൽക്കാലത്തേക്ക് ഈ ഒരു ഡെഫിനേഷൻ ഞാൻ നമ്മുടെ ടെക്സ്റ്റിന്റെ ഓർഡറിൽ പോകുന്നതുകൊണ്ട് പറഞ്ഞു പോവാണ്. കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുക അടുത്ത ചാപ്റ്ററും കൂടെ പഠിക്കുമ്പോൾ തന്നെ ആയിരിക്കും. അപ്പൊ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നുള്ളതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും എന്തൊക്കെ വരില്ല എന്നുള്ളതും സെപ്പറേറ്റ് ആയിട്ട് ഇൻക്ലൂഡ്സ് എക്സ്ക്ലൂഡ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് വെച്ചാൽ ടോട്ടൽ ടേൺ ഓവർ ആണ്. ടോട്ടൽ ഇൻ ദ സെൻസ് എന്തൊക്കെയോ ചേർന്ന് ആഡ് ചെയ്തതിനെയാണല്ലോ നമ്മൾ ടോട്ടൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തൊക്കെ ആഡ് ചെയ്യുന്നതാണ് ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ? ഇറ്റ് ഇൻക്ലൂഡ്സ് വാല്യൂ ഓഫ് ഓൾ ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് പേഴ്സൺസ് ഹാവിംഗ് ദ സെയിം പാൻ ബി കമ്പ്യൂട്ടഡ് ഓൺ ഓൾ ഇന്ത്യ ബേസിസ്. ജി എസ് ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് പാൻ ബേസ്ഡ് ആണ്. പാൻ നമ്പർ എന്താന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് യുണീക്ക് ആയിട്ട് കിട്ടുന്ന ഒരു നമ്പർ ആണ് അല്ലെ. അപ്പൊ ഈ യുണീക്ക് നമ്പർ, ഈ ഒരു പാൻ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ എടുക്കുന്നത്. ഒരാൾക്ക് ഒരു പാൻ നമ്പർ വെച്ച് എത്ര രജിസ്ട്രേഷൻ വേണമെങ്കിലും എടുക്കാം. എനിക്കിപ്പോ കേരളത്തിൽ രജിസ്ട്രേഷൻ എടുക്കാം, തമിഴ്നാട്ടിൽ രജിസ്ട്രേഷൻ എടുക്കാം, കർണാടകയിൽ എടുക്കാം, എവിടെ വേണമെങ്കിലും എനിക്ക് രജിസ്ട്രേഷൻ എടുക്കാം. അപ്പൊ എന്റെ പാൻ നമ്പർ വെച്ച് ഞാൻ എവിടെയൊക്കെ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ ആ രജിസ്ട്രേഷനിലൊക്കെ ഉള്ള ടേൺ ഓവറിന്റെ ടോട്ടലാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് എനിക്ക് എവിടെയൊക്കെ രജിസ്ട്രേഷൻ ഉണ്ടോ, ഞാൻ എന്റെ പാൻ നമ്പർ വെച്ച് എത്ര രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ ഉള്ള ടേൺ ഓവർ, ആ രജിസ്ട്രേഷനിലൊക്കെ എനിക്ക് എത്രയാണോ സപ്ലൈ വന്നിട്ടുള്ളത്, ഔട്ട്വേർഡ് സപ്ലൈ വന്നിട്ടുള്ളത്. ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, അതായത് സെയിൽസ് അല്ലെങ്കിൽ നമ്മൾ റെന്റിന് കൊടുക്കുന്നത്, അങ്ങനെ സപ്ലൈ ഡെഫിനിഷൻ നമുക്ക് മെല്ലെ കൊണ്ട് പഠിക്കാം. എനിവേ തൽക്കാലത്തേക്ക് നിങ്ങൾ സെയിൽസ് എന്തെങ്കിലും തലയിൽ ഓർത്ത് വെക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഔട്ട്വേർഡ് സപ്ലൈയുടെ ടോട്ടൽ കമ്പ്യൂട്ടഡ് ഓൺ ഓൾ ഇന്ത്യ ബേസിസ്, അതായത് ഓൾ ഇന്ത്യ ബേസിസിലാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമുക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പാൻ ബേസ്ഡ് ആണെന്ന് പറഞ്ഞു, അതും നമുക്ക് എത്ര രജിസ്ട്രേഷൻ വേണമെങ്കിലും എടുക്കാം. അത് ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ എടുക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റേറ്റ്സിൽ എടുക്കാം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഓൾ ഇന്ത്യ ബേസിസിൽ എനിക്ക് എത്രയാണോ ടേൺ ഓവർ വരുന്നത് അത് ചേർന്നതാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. ഇനി ഈ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരണം? ടാക്സബിൾ സപ്ലൈ വരണം. ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ ടാക്സ് ഉള്ളത്. പിന്നെ എക്സംപ്റ്റ് സപ്ലൈ, എക്സംപ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ടാക്സ് ഇല്ല. ഓക്കെ, പിന്നെ എക്സ്പോർട്ട് ടേൺ ഓവർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ടുണ്ടാവണം. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ, ഇന്റർസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് വിൽക്കുന്നതിനെയാണ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാം ആഡ് ചെയ്യണം. അപ്പൊ ടാക്സബിൾ സപ്ലൈ മാത്രം ആഡ് ചെയ്തതല്ല അഗ്രിഗേറ്റ് ടേൺ ഓവർ. ടാക്സബിൾ സപ്ലൈ, എക്സംപ്റ്റ് സപ്ലൈ, എക്സ്പോർട്ട്, ഇന്റർസ്റ്റേറ്റ് സപ്ലൈ എല്ലാം ആഡ് ചെയ്യണം ഓൺ ഓൾ ഇന്ത്യ ബേസിസ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരാത്തത് എന്തൊക്കെയാണ്? ടാക്സ് എമൗണ്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേരളത്തിൽ എന്റെ സെയിൽസിന്റെ എമൗണ്ട്, എന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 5 lakhs ആണ് വിചാരിക്കുക, ഇൻക്ലൂഡിംഗ് ടാക്സ് ഓഫ് ₹50,000. അപ്പൊ അഗ്രിഗേറ്റ് ടേൺ ഓവർ കണക്കാക്കുന്ന സമയത്ത് ഞാൻ എത്ര എടുക്കാൻ പാടുള്ളൂ? 4,50,000 എടുക്കാൻ പാടുള്ളൂ. കാരണം എന്താണ്? 50,000 എന്ന് പറയുന്നത് ടാക്സ് എമൗണ്ട് ആണ്. ടാക്സ് എമൗണ്ട് നമ്മൾ ഒരിക്കലും ഉൾപ്പെടുത്താൻ പാടില്ല. എക്സ്ക്ലൂഡ്സ് CGST, SGST, UTGST, IGST ഓർ സെസ്. ഓക്കെ, അപ്പോ എത്രയാണോ ടാക്സ് എമൗണ്ട് ഉള്ളത് അതൊരിക്കലും ടേൺ ഓവറിൽ വരാൻ പാടില്ല. അതുകൂടാതെ നമ്മൾ റിവേഴ്സ് ചാർജ് പ്രകാരം എന്തെങ്കിലും ഇൻവേർഡ് സപ്ലൈന് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻവേർഡ് സപ്ലൈയും നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പൊ അതെന്താന്ന് പറഞ്ഞുതരാം. നോർമലി GSTയിൽ സാധനം വിൽക്കുന്ന വ്യക്തിയാണ് ടാക്സ് അടയ്ക്കുക, അല്ലെങ്കിൽ സപ്ലൈ നടത്തുന്ന ആളാണ് ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത്. എന്നാൽ ചില സിറ്റുവേഷനിൽ പർച്ചേസ് ചെയ്യുന്ന വ്യക്തി, അതായത് ഇൻവേർഡ് സപ്ലൈ കിട്ടുന്ന വ്യക്തിക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതിനെയാണ് നമ്മൾ റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിവേഴ്സ് ചാർജിൽ ഇപ്പോ റിവേഴ്സ് ചാർജ് എന്താന്നുള്ള ഡെഫിനേഷൻ ഒന്നുകൂടെ പിന്നീട് വരുന്നുണ്ട്, അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പൊ റിവേഴ്സ് ചാർജ് പ്രകാരം ഞാൻ എന്റെ ഏതെങ്കിലും പർച്ചേസിന്റെ മേലെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ പർച്ചേസിന്റെ എമൗണ്ട് എന്റെ അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ വന്നിരിക്കാൻ പാടില്ല. അതായത് ഇവിടെ സെയിൽസിന്റെ ഫിഗർ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സെയിൽസ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് സപ്ലൈ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സെയിൽസോ അല്ലെങ്കിൽ ഔട്ട്വേർഡ് സപ്ലൈനോ അങ്ങനെ ഓർത്ത് വെക്കുക. ഔട്ട്വേർഡ് സപ്ലൈയുടെ മേലെ വരുന്ന
ഇത് മാത്രം, അതായത് ഔട്ട്വേർഡ് സപ്ലൈ മാത്രമേ അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ വരാൻ പാടുള്ളൂ. ഒരിക്കലും ഇൻവേർഡ് സപ്ലൈ ഉണ്ട്, ആ ഇൻവേർഡ് സപ്ലൈയിൽ റിവേഴ്സ് ചാർജ് പ്രകാരം എനിക്ക് ടാക്സ് അടയ്ക്കേണ്ടി വന്നു എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് ഞാൻ അതിനെ ഒരിക്കലും അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ചേർക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നുള്ളത് കുറച്ച് ഇമ്പോർട്ടന്റ് ഡെഫിനേഷൻ ആണ്, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു പോയത്. അപ്പൊ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് വെച്ചാൽ ടോട്ടൽ ടേൺ ഓവർ ആണ്. അതായത് GST രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പാൻ ബേസ്ഡ് ആണ്. അപ്പൊ എനിക്ക് ഇന്ത്യയിൽ എവിടെയൊക്കെ രജിസ്ട്രേഷൻ ഉണ്ടോ അവിടത്തെയൊക്കെ ടേൺ ഓവർ അല്ലെങ്കിൽ അവിടത്തെയൊക്കെ ഔട്ട്വേർഡ് സപ്ലൈ ആഡ് ചെയ്തതാണ് എന്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഈ ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ അതിൽ ടാക്സബിൾ സപ്ലൈ മാത്രമാണോ വരിക? അല്ല, ടാക്സബിൾ സപ്ലൈ വരും, എക്സംപ്റ്റ് സപ്ലൈ വരും, എക്സ്പോർട്ട് ഉണ്ടെങ്കിൽ എക്സ്പോർട്ട് വരും, ഇൻഡസ്ട്രിയൽ സപ്ലൈ ഉണ്ടെങ്കിൽ അതും വരും. എന്താണ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്? CGST, SGST, UTGST, IGST, സെസ്, അതായത് ടാക്സ് എമൗണ്ട് എല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കണം. അതിനു പുറമെ നമ്മുടെ ഇൻവേർഡ് സപ്ലൈയിൽ, ഇൻവേർഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ നമ്മുടെ പർച്ചേസസ് ആയിരിക്കാം. അപ്പൊ നമ്മുടെ പർച്ചേസസിൽ ഏതെങ്കിലും പർച്ചേസിൽ റിവേഴ്സ് ചാർജ് ബേസിസിൽ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ഉൾപ്പെടുത്താനേ പാടില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ഡെഫിനേഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ തന്നെയാണ്. അപ്പൊ എന്തായാലും പഠിച്ചു വെക്കാം. ഞാൻ അടുത്തത് നോക്കാം. അടുത്ത ഡെഫിനേഷൻ ആണ് ബിസിനസിന്റെ ഡെഫിനേഷൻ. അപ്പൊ ബിസിനസ്സും കുറച്ച് വലിയ ഡെഫിനേഷൻ ആണ്, പക്ഷെ ഇത് എനിക്ക് തോന്നുന്നില്ല എക്സാമിന് ബിസിനസിന്റെ ഡെഫിനേഷൻ ഒന്നും എഴുതാൻ ചോദിക്കുന്നൊന്നും തോന്നുന്നില്ല, പക്ഷെ അതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ബിസിനസ് ഇൻക്ലൂഡ്സ് എനി ട്രേഡ്, കോമേഴ്സ്, മാനുഫാക്ചർ, പ്രൊഫഷൻ എക്സെട്ര ഈവൻ ഇഫ് ദർ ഇസ് നോ മോണിറ്ററി ബെനിഫിറ്റ്. അപ്പൊ ബിസിനസ് എന്താന്നൊക്കെ ഉള്ളത് നമ്മൾ ചെറുപ്പം മുതൽ ഈ ഒരു വാക്ക് കേൾക്കുന്ന ആൾക്കാരാണ്. പക്ഷെ GST പ്രകാരം ബിസിനസ് എന്നുള്ളതിന് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രേഡ്, കോമേഴ്സ്, മാനുഫാക്ചർ. ട്രേഡ് എന്ന് വെച്ചാൽ ഒരു എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി നമ്മൾ ട്രേഡ് എന്ന് പറയും അല്ലെ. ട്രേഡ് മീൻസ് എനി ഇക്കണോമിക് ആക്ടിവിറ്റി ഫോർ മണി, അതിനെ നമുക്ക് ട്രേഡ് എന്ന് വിളിക്കാം. ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ് ചേർന്നതാണ് കോമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മാനുഫാക്ചർ, പ്രൊഫഷൻ, അങ്ങനെ നമ്മൾ ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ട് പറയുന്ന എല്ലാ ടേംസും ബിസിനസിന്റെ ഡെഫിനേഷനിൽ വരുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് അതിന്റെ കൂടെ പറഞ്ഞിട്ടുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതായത് ഈവൻ ഇഫ് ദർ ഇസ് നോ മോണിറ്ററി ബെനിഫിറ്റ്, നമുക്ക് യാതൊരുവിധ മോണിറ്ററി ബെനിഫിറ്റ് ഇല്ലെങ്കിൽ, അതായത് നമുക്ക് പൈസയെ കിട്ടുന്നില്ല വിചാരിക്കുക, എങ്കിലും അതിനെ എന്തായിട്ടേ കണക്കാക്കുള്ളൂ? ബിസിനസ് ആയിട്ടേ കണക്കാക്കുള്ളൂ. ഓക്കെ, മോണിറ്ററി ബെനിഫിറ്റ് ഉള്ളത് മാത്രമല്ല ബിസിനസ്. അപ്പൊ ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ട്രേഡ്, കോമേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. അപ്പൊ ഇക്കണോമിക് ആക്ടിവിറ്റി ആണ്, മോണിറ്ററി ബെനിഫിറ്റ് ഉള്ളതിനാണ് പൊതുവെ ട്രേഡ്, കോമേഴ്സ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറ്. എങ്കിലും ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, മോണിറ്ററി ബെനിഫിറ്റ് ഇല്ലെങ്കിൽ പോലും അതിനെ ബിസിനസ് എന്നുള്ള ഒരു ഡെഫിനിഷനിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൂടാതെ എനി ആക്ടിവിറ്റി ഇൻസിഡന്റൽ ഓർ ആൻസിലറി ടു ഇറ്റ്, ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ടത് പറയുമ്പോൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതും ബിസിനസ് തന്നെയാണ്. അതുപോലെ എനി ആക്ടിവിറ്റി ഓഫ് സെയിം നേച്ചർ ഈവൻ ഇഫ് ദർ ഇസ് നോ വോളിയം ഓർ കണ്ടിന്യൂറ്റി, അതായത് പൊതുവെ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു റൂട്ടീൻ ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ബിസിനസ് എന്നാണ് പൊതുവെ പറയാറ്. പക്ഷെ GSTയിലെ ഡെഫിനേഷൻ പ്രകാരം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരേ നേച്ചറിലുള്ളതോ അല്ലെങ്കിൽ ഒരേ വോള്യത്തില് അല്ലെങ്കിൽ വോള്യമേ ഇല്ല, ചിലപ്പോൾ കുറെ സെല് ചെയ്യും, ചിലപ്പോൾ കുറച്ചേ സെല് ചെയ്യുള്ളൂ, അതുപോലെ യാതൊരുവിധ കണ്ടിന്യൂറ്റി ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിലും അതിനെ ബിസിനസ് തന്നെയാണ് നമ്മൾ വിളിക്കുള്ളൂ. അപ്പോൾ ഒരു ട്രേഡ്, കോമേഴ്സ്, മാനുഫാക്ചർ, പ്രൊഫഷൻ ഒക്കെ ആണ്, അതിപ്പോ മോണിറ്ററി ബെനിഫിറ്റിനാണെങ്കിലും അല്ലെങ്കിലും അതിനെ എന്തേ വിളിക്കുള്ളൂ? ബിസിനസ്സിനെ വിളിക്കുള്ളൂ. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന സർവീസസ് വല്ലതും ഉണ്ടെങ്കിൽ അതും എന്താണ്? ബിസിനസ് ആണ്. ഇപ്പൊ ഗൂഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി ഉണ്ട്, അതായത് സാധനം കടത്തുകയാണ് അവരുടെ ജോലി, ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് സാധനം കടത്തി കൊടുക്കുക. അപ്പൊ അതും എന്തായി വരും? ബിസിനസ് ആയിട്ട് വരും. അത് ഈ ട്രേഡ്, കോമേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ വോള്യൂം ഉണ്ടായിരിക്കണം. വോള്യൂം എന്ന് വെച്ചാൽ കുറെ നമ്മൾ സാധനം വിൽക്കണം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെയൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. അതൊന്നും ഇല്ലെങ്കിലും അതിനെ ബിസിനസ് ആയിട്ട് തന്നെയാണ് ക്ലാസിഫൈ ചെയ്യുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, സപ്ലൈ ഓർ അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡിംഗ് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ കണക്ഷൻ വിത്ത് കമൻസ്മെന്റ് ഓർ ക്ലോഷർ ഓഫ് ബിസിനസ്. നമ്മുടെ ബിസിനസ് തുടങ്ങുന്നതുമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് പൂട്ടി പോവാണ്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വല്ല ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വെച്ചാൽ ലോങ് ടേം യൂസിനുള്ള ഗുഡ്സിനെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ മെഷീനറി, ഫർണിച്ചർ അല്ലെങ്കിൽ ബിൽഡിംഗ്, അതൊക്കെ ക്യാപിറ്റൽ ഗുഡ്സ് ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള വല്ല ക്യാപിറ്റൽ ഗുഡ്സും വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതും ബിസിനസ് എന്നുള്ള ഹെഡിൽ പെടും. അതായത് ഞാനിപ്പോ എന്റെ ബിസിനസ് ഒക്കെ പൂട്ടി പോവാണ്, അങ്ങനെ പോകുന്ന സമയത്ത് എന്റെ കയ്യിലുള്ള ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ടുള്ള കുറെ മെഷീനറി ഒക്കെ ഞാൻ ഒരാൾക്ക് വിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറയാൻ ഇതൊക്കെ ക്യാപിറ്റൽ ഗുഡ്സ് അല്ലേ, റവന്യൂ നേച്ചറിലുള്ളതല്ലോ, സെയിൽസ് എന്നുള്ള ഹെഡിൽ വരില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് GST വരില്ലല്ലോ എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം എന്താണ്? അത് ബിസിനസ് ഉള്ള ഡെഫിനിഷനിൽ വന്നു കഴിഞ്ഞു. അടുത്തത്, പ്രൊവിഷൻ ഓഫ് ഫെസിലിറ്റീസ് ബൈ ക്ലബ് ഓർ അസോസിയേഷൻ ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ കൺസിഡറേഷൻ.
ക്ലബ്ബ് അല്ലെങ്കിൽ അസോസിയേഷൻ അവരുടെ മെമ്പേഴ്സിന് എന്തെങ്കിലുമൊക്കെ സർവീസസ് ചെയ്ത് കൊടുക്കുകയാണ് ഫോർ കൺസിഡറേഷൻ, അതായത് ഫീസ് വാങ്ങിച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ബിസിനസ് എന്നുള്ള ഹെഡിൽ വരും. അഡ്മിഷൻ ഫോർ കൺസിഡറേഷൻ ടു എനി പ്രിമൈസസ്, ഒരു പ്രിമൈസസിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വീഗാലാൻഡിൽ പോകണം. അപ്പൊ വീഗാലാൻഡ് പറയുന്നത് ഒരു വാട്ടർ തീം പാർക്ക് അല്ലെ, അവിടെ പ്രിമൈസസിൽ അതായത് അവിടുത്തെ ഇതിന്റെ ഉള്ളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഡ്മിഷൻ ഫോർ കൺസിഡറേഷൻ ടു എനി പ്രിമൈസസ്, അത് ബിസിനസ് എന്നുള്ള ഡെഫിനേഷനിൽ വരുന്നുണ്ട്. സർവീസസ് ആസ് ഹോൾഡർ ഓഫ് ഓഫീസ് അക്സെപ്റ്റഡ് ഇൻ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ട്രേഡ് ഓർ പ്രൊഫഷൻ. ഞാനൊരു പോസ്റ്റിൽ ഇരിക്കുകയാണ്. ഒരു പോസ്റ്റിൽ ഇരിക്കുകയെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കമ്പനിയുടെ ഡയറക്ടറാണ്. അപ്പൊ കമ്പനിയുടെ ഡയറക്ടർ എന്നുള്ളത് ഞാൻ എന്താ പറയാ ഹോൾഡർ ഓഫ് ഓഫീസ് ആണ്. ആ ഒരു പോസ്റ്റ് അല്ലേ എനിക്കുള്ളൂ. ഡയറക്ടർ എന്നുള്ള സ്ഥാനം എനിക്കുള്ളത് കൊണ്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഡയറക്ടർ എന്നുള്ള സ്ഥാനത്തിനെയും നമ്മൾ ബിസിനസ് എന്നുള്ളതിൽ പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ബിസിനസിന്റെ നല്ലതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷന്റെ നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും സ്ഥാനം വഹിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥാനങ്ങളും ബിസിനസ് എന്നുള്ള ഡെഫിനേഷനിൽ വരും. അടുത്തത് ആക്ടിവിറ്റീസ് ഓഫ് റേസ് ക്ലബ് ഇൻക്ലൂഡിംഗ് ബൈ വേ ഓഫ് ടോട്ടലൈസേറ്റർ ഓർ ലൈസൻസ് ടു ബുക്ക് മേക്കർ ഓർ ആക്ടിവിറ്റീസ് ഓഫ് എ ലൈസൻസ്ഡ് ബുക്ക് മേക്കർ ഇൻ സച്ച് ക്ലബ്. അതായത് ഈ റേസ് ക്ലബ് എന്നൊക്കെ പറയുന്നത് ഹോഴ്സ് റേസിംഗുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ അവിടെ ഈ കുതിരപ്പന്തയൊക്കെ നടത്തുമ്പോൾ ഇടനിലക്കാരായിട്ട് ആരെങ്കിലും ഉണ്ടാവും അത് നടത്താനായിട്ട്. ഈ ബെറ്റ് വെക്കുമല്ലോ അവര്, കുതിരേനെ വെച്ച് ബെറ്റ് വെക്കും, എന്നിട്ട് പൈസ വീതിച്ചു കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ടാവുമല്ലോ, അവരാണ് ഈ ടോട്ടലൈസേറ്റർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവര് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ബിസിനസ് എന്നുള്ള ഡെഫിനേഷനിൽ നമുക്ക് പെടുത്താവുന്നതാണ്. അടുത്തത് എനി ആക്ടിവിറ്റി ബൈ ഗവൺമെന്റ് ഓർ ലോക്കൽ അതോറിറ്റീസ് പബ്ലിക് അതോറിറ്റീസ് എന്നുള്ള നിലയിൽ ഗവൺമെന്റ് വല്ല ഫംഗ്ഷൻസും ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ബിസിനസ് എന്നുള്ള ഡെഫിനേഷനിൽ വരും. എല്ലാം ഇപ്പോ ബിസിനസ് എന്നുള്ള ഡെഫിനേഷനിൽ വന്നതുകൊണ്ട് എല്ലാം ടാക്സബിൾ ആവണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ നേരത്തെ ക്യാപിറ്റൽ ഗുഡ്സ് ടാക്സബിൾ എന്ന് പറഞ്ഞു, പക്ഷെ അതിലും ചില കണ്ടീഷൻസും കൂടെ നമുക്ക് നോക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ നമ്മൾ ബിസിനസ് എന്നുള്ള ഡെഫിനേഷനിൽ വന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബിസിനസ് എന്നുള്ള ഡെഫിനേഷനിൽ വന്നതുകൊണ്ട് എല്ലാം ടാക്സബിൾ ആവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ചിലതിന് ടാക്സ് വരില്ലായിരിക്കാം. ഓക്കെ, അത് നമുക്ക് മെല്ലെ കൊണ്ട് പഠിക്കാവുന്നതാണ്. എനിവേ, ബിസിനസ് എന്നുള്ളതിൽ ഇത്രയും കാര്യങ്ങൾ പെടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളാണ് ബിസിനസ് എന്നുള്ള ഡെഫിനേഷനിൽ പെടുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ഡെഫിനേഷൻ ആണ് ബിസിനസ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസ് വെർട്ടിക്കൽ എന്താന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അതായത് ഇപ്പോ എല്ലാവർക്കും കല്യാൺ ഗ്രൂപ്പ് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കല്യാൺ ഗ്രൂപ്പിന്റെ 2 ഡിഫറെന്റ് സ്ഥാപനങ്ങളാണ്. ഒന്ന് കല്യാൺ ജ്വല്ലേഴ്സും പിന്നെ ഒരെണ്ണം കല്യാൺ സിൽക്സും. അപ്പൊ 2 സ്ഥാപനങ്ങളിലും 2 ഡിഫറെന്റ് പ്രോഡക്ട്സ് ആണ് ഡീൽ ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് ഗോൾഡ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഡ്രസ് ആണ്. ഓക്കെ, അപ്പൊ ഈ 2 സാധനങ്ങളുടെയും വ്യത്യാസം എന്ന് പറയുന്നത് രണ്ടും 2 ഡിഫറെന്റ് പ്രോഡക്ട്സ് ആണ്. രണ്ടിന്റെയും റിസ്ക് ആൻഡ് റിട്ടേൺ ഡിഫറെന്റ് ആണ്. അതായത് ഗോൾഡ് ബിസിനസ്സിലുള്ള റിസ്ക് ആയിരിക്കില്ല സിൽക്സിൽ ഉണ്ടാവുക അല്ലെ. അതേപോലെ രണ്ടിന്റെയും റിട്ടേൺസും നല്ല വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഡ്രസ് സ്ഥാപനം നടത്തുമ്പോൾ കിട്ടുന്ന റിട്ടേൺസ് ആയിരിക്കില്ല ഗോൾഡ് ബിസിനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ റിസ്കും റിട്ടേണും ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് പ്രോഡക്ട്സ് വരുന്ന അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ തന്നെ വ്യത്യസ്ത ബിസിനസ്സുകളെ നമ്മൾ ബിസിനസ് വെർട്ടിക്കൽസ് വിളിക്കണം. അത്രേ ഉള്ളൂ. ഇപ്പൊ ഇത് കല്യാൺ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം കല്യാൺ ജ്വല്ലേഴ്സ് ഒരു ബിസിനസ് വെർട്ടിക്കൽ ആണ്. കല്യാൺ സിൽക്സ് എന്ന് പറയുന്നത് അനദർ ബിസിനസ് വെർട്ടിക്കൽ. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒന്നോ ഒരേ രജിസ്ട്രേഷനിൽ തന്നെ ആയിരിക്കാം, അല്ലായിരിക്കാം. എനിവേ, ബിസിനസ് വെർട്ടിക്കൽ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത് ഈ ബേസിസിൽ മാത്രമാണ്. അതായത് ഒന്നോ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിഫറെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഡിഫറെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മൾ ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ് വ്യത്യാസം ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഡിഫറെന്റ് ബിസിനസ് വെർട്ടിക്കൽസ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതി, സാധനം നമ്മൾ ആൾക്കാരിൽ എത്തിക്കുന്ന രീതി വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഡിഫറെന്റ് ബിസിനസ് വെർട്ടിക്കൽ ആണെന്ന് പറയാം. അതും അല്ലെങ്കിൽ റെഗുലേറ്ററി എൻവയോൺമെന്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോ എനിക്ക് തന്നെ ഒരു ബാങ്കിങ് കമ്പനി ഉണ്ട്, ഒരു ഇൻഷുറൻസ് കമ്പനി ഉണ്ടെങ്കിൽ അത് രണ്ടും ഡിഫറെന്റ് ബിസിനസ് വെർട്ടിക്കൽസ് ആണെന്ന് പറയും. അത്രേ ഉള്ളൂ. അപ്പൊ ബിസിനസ് വെർട്ടിക്കൽ എന്ന് വെച്ചാൽ റിസ്ക് ആൻഡ് റിട്ടേൺ ഡിഫറെന്റ് ആയിട്ടുള്ള 2 വ്യത്യസ്ത സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ 2 വ്യത്യസ്ത ബിസിനസ്സസ് നമുക്ക് ഉണ്ടെങ്കിൽ, ഒരേ ഒരു എന്റർപ്രൈസിന് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബിസിനസ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് GST പ്രകാരം ഒരു സ്റ്റേറ്റിൽ രജിസ്ട്രേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. എനിക്കിപ്പോ കേരളത്തിൽ രജിസ്ട്രേഷൻ ഉണ്ട്. ഞാനിപ്പോ തമിഴ്നാട് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഒരാളാണെങ്കിൽ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാഷ്വൽ ടാക്സബിൾ
പേഴ്സൺ ആണ്. ഇപ്പൊ ഇതിൽ വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ABC ലിമിറ്റഡ് രജിസ്റ്റേർഡ് ഇൻ മുംബൈ. ABC ലിമിറ്റഡിന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് മുംബൈയിലാണ്. അവർ വന്നിട്ട് ബാംഗ്ലൂർ ഒരു എക്സിബിഷൻ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ അവർ ബിസിനസ് ചെയ്തിട്ടുള്ളതിനെ ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ചെയ്തു എന്നുള്ള രീതിയിലേ കണക്കാക്കുള്ളൂ. അവർക്ക് ആക്ച്വൽ രജിസ്ട്രേഷൻ എവിടെയാണ്? മുംബൈയിലാണ്. അവർ അവിടെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, കാരണം അവർക്ക് അവിടെയാണ് രജിസ്ട്രേഷൻ ഉള്ളത്. ഇൻ കേസ് അവരിപ്പോ ബാംഗ്ലൂർ പോയിട്ട് ഇതുപോലെ എക്സിബിഷൻ വല്ലതും നടത്തി കഴിഞ്ഞാൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടകയിൽ അവരെ ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ അത് ഒരു പ്രിൻസിപ്പൾ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അവരൊരു ഏജന്റ് എന്നുള്ള രീതിയിലോ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമുക്കൊരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ അവിടെ ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുള്ളൂ. എ പേഴ്സൺ ഹു ഒക്കേഷണലി അണ്ടർടേക്സ് ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് വെദർ ആസ് പ്രിൻസിപ്പൽ ഏജന്റ് ഓർ ഇൻ എനി അതർ കപ്പാസിറ്റി ഇൻ എ സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ടെറിട്ടറി വെർ ഹി ഹാസ് നോ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ്. നമുക്ക് ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് നമ്മൾ ചെയ്യണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഡെഫിനിഷൻ നോക്കാം. അടുത്ത ടേം ആണ് കൺസിഡറേഷൻ. അപ്പൊ കൺസിഡറേഷൻ എന്നുള്ളത് നിങ്ങൾ ഇതിനു മുന്നേയും പഠിച്ചിട്ടുള്ള വാക്കായിരിക്കണം. കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ, അല്ലെ? പകരം തരുന്നതിനെ കൺസിഡറേഷൻ എന്ന് പറയുന്നു. അതായത് നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ പകരം കൊടുക്കുന്നത് എന്താ? പൈസ കൊടുക്കണോ? അതിനെ കൺസിഡറേഷൻ എന്ന് വിളിക്കും ഇൻ സിമ്പിൾ ടേംസ്. ഓക്കെ, പക്ഷെ GSTയിലുള്ള ഡെഫിനേഷൻ പ്രകാരം കൺസിഡറേഷൻ എന്ന് പറയുന്നത് മണി ടേംസിൽ തന്നെ ആവണമെന്നില്ല. നിങ്ങളിപ്പോ ലോ പഠിച്ച ആൾക്കാരാണെങ്കിൽ കോൺട്രാക്ട് ആക്ടിൽ കൺസിഡറേഷൻ ഒരു ഡെഫിനേഷൻ ഉണ്ട്. ശരിക്കും ഈ ഒരു ഡെഫിനേഷനും അതിനോട് സാമ്യമുള്ളതാണ് കുറച്ചൊക്കെ. കാരണം നമ്മളെപ്പോഴും കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ മണി ടേംസിലാന്ന് വിചാരിക്കാം, പക്ഷെ മണി ടേംസിലല്ല കേട്ടോ. GST ആക്ട് പ്രകാരം അങ്ങനെയല്ല, അതുപോലെ കോൺട്രാക്ട് ആക്ട് പ്രകാരം അങ്ങനെയല്ല. അപ്പൊ കൺസിഡറേഷൻ എന്ന് വെച്ചാൽ പേയ്മെന്റ് ഇൻ മണി ഓർ അതർവൈസ് ഫോർ ദ സപ്ലൈ. സപ്ലൈക്ക് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്നത് അത് മണി ടേംസിലായിരിക്കാം, അല്ലായിരിക്കാം. ഇനിയിപ്പോ മണി ടേംസിൽ ആണ് എന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ഇൻ മണി ഓർ അതർവൈസ് ഫോർ ദ സപ്ലൈ, ഇപ്പൊ മണി ടേംസിലാണെങ്കിൽ ഡെപ്പോസിറ്റ് ടു ബി കൺസിഡർഡ് ആസ് പേയ്മെന്റ് ഓൺലി വെൻ ദ സപ്ലൈർ അപ്ലൈസ് സച്ച് ഡെപ്പോസിറ്റ് ആസ് കൺസിഡറേഷൻ ഫോർ ദ സെറ്റ് സപ്ലൈ. നമ്മൾ വല്ല ഡെപ്പോസിറ്റ് വല്ലതും മുൻകൂറായിട്ട് അവർക്ക് കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോ അവരുടെ സാധനമോ സർവീസോ സ്വീകരിക്കുകയാണ്, അപ്പൊ ഞാൻ പകരമായിട്ട് എന്താണോ കൊടുക്കുന്നത് അതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കൺസിഡറേഷൻ മണി ടേംസിലാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനിയിപ്പോ മണി ടേംസിലാണെന്ന് തന്നെ വിചാരിക്കുക ആണെങ്കിൽ ഞാൻ വല്ല ഡെപ്പോസിറ്റ് വല്ലതും കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഡെപ്പോസിറ്റിനെ ഒരിക്കലും കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കില്ല. കാരണം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി പോലെ കൊടുത്തു വെക്കുന്നതാണ്, അല്ലെ? അതൊരിക്കലും അവർ തരുന്ന സർവീസിലേക്ക് അവർ അഡ്ജസ്റ്റ് ചെയ്യില്ല. പകരം അതൊരു എന്താ പറയാ, ഒരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ വാങ്ങിച്ചു വെക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ കോൺട്രാക്ടിന്റെ ടേം അവസാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ചു തന്നേക്കാം. അതുകൊണ്ട് തന്നെ നോർമലി അതിനെ എന്തായിട്ട് കണക്കാക്കില്ല? കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കില്ല. പക്ഷെ എപ്പോഴാണ് അതിനെ കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കുക? വെൻ ദ സപ്ലയർ അപ്ലൈസ് സച്ച് ഡെപ്പോസിറ്റ് ആസ് കൺസിഡറേഷൻ ഫോർ ദ സെറ്റ് സപ്ലൈ. ഇപ്പോ ആ സപ്ലയർ വന്നിട്ട് ഇല്ല, ഈ ഡെപ്പോസിറ്റിനെ ഞാൻ കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പോവാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺസിഡറേഷൻ ആയി. അല്ലാത്ത പക്ഷം അതെന്തല്ല? കൺസിഡറേഷൻ അല്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ KSEBയിൽ പൊതുവെ ഡെപ്പോസിറ്റ് വെക്കണം എന്ന് നിർബന്ധമുണ്ട്. അപ്പൊ വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യാണ്? ഡെപ്പോസിറ്റ് വെക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ഇരിക്കെ അവർക്ക് മന്ത്ലി ബില്ലൊക്കെ വരുമല്ലോ, മന്ത്ലി ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ വരും. നമ്മൾ അതിനനുസരിച്ച് പേയ്മെന്റും അടച്ചു പോകും. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഒരു മാസം ബില്ല് വന്നു, അടയ്ക്കാൻ പൈസ ഇല്ല വിചാരിക്കുക. അപ്പൊ പൈസ ഇല്ല, ഒരു മാസം അടച്ചില്ല, 2 മാസം അടച്ചില്ല, അവർ വെറുതെ ഇരിക്കോ? ഇല്ല, അവര് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യും, അല്ലെ? അവർക്ക് റിക്കവർ ചെയ്യാൻ വേണ്ട പ്രൊസീജിയർ ഫോളോ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർ ചെയ്യാവുന്നതാണ് ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോയിന്റിൽ അത് എന്തായി മാറി? കൺസിഡറേഷൻ ആയി മാറി. അപ്പൊ സപ്ലയറുടെ തീരുമാന പ്രകാരം ഡെപ്പോസിറ്റ് ചിലപ്പോൾ കൺസിഡറേഷൻ ആവാം, ചിലപ്പോൾ കൺസിഡറേഷൻ അല്ലാതിരിക്കാം. നോർമലി ഡെപ്പോസിറ്റ് എന്തല്ല? കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കാറില്ല. അപ്പൊ കൺസിഡറേഷൻ എന്ന് പറയുന്നത് മണി ടേംസിലായിരിക്കാം, അല്ലായിരിക്കാം. മണി ടേംസിലാണെങ്കിലാണ് ഡെപ്പോസിറ്റ് എന്നുള്ളതിലേക്ക് വന്നത്. ഇനി മണി ടേംസിൽ അല്ലെങ്കിൽ എന്താണ്? മോണിറ്ററി വാല്യൂ ഓഫ് എനി ആക്ട് ഓഫ് ഫോർബിയറൻസ് ഫോർ ദ സപ്ലൈ. മണി ടേംസിൽ അല്ല, അതായത് മണി ആയിട്ടല്ല, പക്ഷെ അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും മറ്റൊരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അതിന്റെ മോണിറ്ററി വാല്യൂ എന്താണോ, അതായത് ഇപ്പോ ഞാൻ ഒരു കാര്യം ചെയ്യാതിരിക്കാം എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്താൽ പോലും അതിനെ നമുക്ക് കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സ്ഥലത്ത് ബിസിനസ് തുടങ്ങാൻ പോവാണ്. അപ്പൊ ഞാൻ തൊട്ടടുത്ത് ബിസിനസ് ചെയ്യുന്ന ആളോട് പറയാണ്, നിങ്ങൾ സിമിലർ പ്രോഡക്റ്റ് നിങ്ങൾ ഡീൽ ചെയ്യാൻ പാടില്ല.
അപ്പൊ അയാൾ ശരി ഞാൻ ഡീൽ ചെയ്യില്ല എന്ന് എനിക്ക് വാക്ക് തന്നു കഴിഞ്ഞാൽ, അയാൾ ഡീൽ ചെയ്യില്ല എന്നൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ എനിക്കുള്ള കൺസിഡറേഷൻ ആണ്. ഞാൻ അയാളോട് പറഞ്ഞിട്ടുള്ളതിനുള്ള കൺസിഡറേഷൻ ആണ്. ഞാൻ അയാളോട് പറഞ്ഞിട്ടുള്ളത് ഇൻ ദ സെൻസ് ഞാനിപ്പോ അയാൾക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അല്ലാതെ വെറുതെ നിങ്ങൾ ഡീൽ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ലല്ലോ. അപ്പൊ ഞാൻ അവർക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഈ പ്രോഡക്റ്റിൽ ഡീൽ ചെയ്യരുത്, കാരണം ഞാൻ എന്റെ കടയിൽ ആ സാധനം വെക്കുന്നുണ്ടെന്ന് പറയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഓക്കെ ഞാൻ ഡീൽ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ ഒരു നഷ്ടം വരുന്നില്ലേ? അയാൾക്ക് എന്താണ് നഷ്ടം വരുന്നത്? അയാൾ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ളൊരു വാക്ക് എനിക്ക് തന്നിട്ടുണ്ട്. അയാളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ആ ഒരു ഫോർബിയറൻസ് അതും കൺസിഡറേഷൻ തന്നെയാണ്. അപ്പൊ അയാൾ ഒരു കാര്യം ചെയ്യാതിരിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള വാക്കും ചില സമയത്ത് കൺസിഡറേഷൻ ആണ്. അപ്പൊ കൺസിഡറേഷൻ എന്ന് പറയുന്നത് വെറും മണി ടേംസിലുള്ള കാര്യം മാത്രമല്ല എന്ന് ഓർത്ത് വെച്ചാൽ മതി. എപ്പോഴും മണി ടേംസിലുള്ളത് മാത്രമല്ല കൺസിഡറേഷൻ, മണി ടേംസിൽ അല്ലാതെയും നമുക്ക് കൺസിഡറേഷൻ എന്ന് പറയാം. ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യാതിരിക്കാം എന്നൊക്കെ പറയുന്നത് പോലും പല സിറ്റുവേഷനിലും കൺസിഡറേഷൻ ആയിട്ട് വരും. പിന്നെ എപ്പോഴും കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഈ റെസിപ്പിയന്റ് തന്നെ കൊടുക്കണം എന്നില്ല. റെസിപ്പിയന്റ് ഇൻ ദ സെൻസ് ആർക്കാണോ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് അയാൾ തന്നെ കൊടുക്കണം എന്നില്ല. റെസിപ്പിയന്റിനോ വേണമെങ്കിൽ മൂന്നാമതൊരു വ്യക്തിക്കോ കൊടുക്കാവുന്നതാണ്. ഇപ്പൊ എനിക്ക് വേണ്ടി വേറൊരാൾ പേയ്മെന്റ് കൊടുത്താലും അതിനെ കൺസിഡറേഷൻ തന്നെയാണ് വിളിക്കുക. ഓക്കെ, ഞാൻ തന്നെ പേയ്മെന്റ് കൊടുക്കണം എന്നില്ല. എനിക്കാണ് സർവീസ് കിട്ടിയത്, പക്ഷെ ഞാൻ തന്നെ പേയ്മെന്റ് കൊടുക്കണം എന്നില്ല. പകരം മറ്റൊരു വ്യക്തിയാണ് കൊടുത്തതെങ്കിൽ പോലും ആ കൺസിഡറേഷൻ വാലിഡ് തന്നെയാണ്, യാതൊരു പ്രശ്നവുമില്ല. പിന്നെ കൺസിഡറേഷനിൽ വരാത്തതാണ് സബ്സിഡി ഗിവൺ ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് തരുന്ന സബ്സിഡിനെ നമ്മൾ കൺസിഡറേഷനിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പൊ കൺസിഡറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? കൺസിഡറേഷൻ മീൻസ് അത് മണി ടേംസിലായിരിക്കാം, അല്ലായിരിക്കാം. മണി ആയിട്ടായിരിക്കാം, അല്ലായിരിക്കാം. ഈ മണി ടേംസിൽ അല്ലെങ്കിൽ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കാം എന്ന് പറയുന്നതൊക്കെ കൺസിഡറേഷൻ ആണ്. മണി ടേംസിലാണെങ്കിൽ ഡെപ്പോസിറ്റ് നോർമലി കൺസിഡറേഷൻ അല്ല. ഡെപ്പോസിറ്റ് എപ്പോഴാണ് കൺസിഡറേഷൻ ആവുന്നത്? സപ്ലൈ ചെയ്ത് കൺസിഡറേഷൻ ആയിട്ട് എടുക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺസിഡറേഷൻ ആണ്. പിന്നെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കണം എന്നില്ല. വേറൊരാൾ കൊടുത്താലും അത് കൺസിഡറേഷൻ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്, കൺസിഡറേഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ് സബ്സിഡി ഗിവൺ ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ റെഗുലർ ബേസിസിൽ സപ്ലൈ ചെയ്യുന്നതിനെയാണ് കണ്ടിന്യൂസ് സപ്ലൈ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഗ്യാസ് ഒക്കെ ഇല്ലേ, ഗ്യാസ് കണക്ഷൻ ഒക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഗ്യാസ് കണക്ഷന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? അത് നമ്മുടെ ഗ്യാസ് വീട്ടിലെ ഗ്യാസ് കഴിയുന്തോറും അവർ കൊണ്ടുവന്നിട്ട് വേറെ സിലിണ്ടർ തന്നുകൊണ്ടിരിക്കും അല്ലെ. അപ്പോ അതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ ബില്ലിംഗ് എങ്ങനെയായിരിക്കും? അവര് സാധനം കൊണ്ടും തരുമ്പോഴാണ് ബില്ലും തരുന്നത് അല്ലെ. അപ്പോഴാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ പീരിയോഡിക് ആയിട്ട് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ അതാണ് കണ്ടിന്യൂസ് സപ്ലൈ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ ന്യൂസ് പേപ്പറും പൊതുവേ റെഗുലർ സപ്ലൈ തന്നെയായിരിക്കും. ന്യൂസ് പേപ്പറൊക്കെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അതും ഒരു കണ്ടിന്യൂസ് സപ്ലൈ തന്നെയല്ലേ. അല്ലെങ്കിൽ ഡെയിലി പോയി വാങ്ങിക്കാനുള്ള സൗകര്യം ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും നമ്മളൊരു ന്യൂസ് പേപ്പർ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്നെ സ്ഥിരമായിട്ട് തന്നുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് കണ്ടിന്യൂസ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ സപ്ലൈ ഓഫ് ഗുഡ്സ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഓർ എഗ്രി ടു ബി പ്രൊവൈഡഡ് കണ്ടിന്യൂസ്ലി ഓർ ഓൺ റെക്കറന്റ് ബേസിസ് അണ്ടർ എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ വെദർ ഓർ നോട്ട് ബൈ മീൻസ് ഓഫ് വയർ, കേബിൾ, പൈപ്പ് ലൈൻ ഓർ അതർ കണ്ടിന്യൂട്ട്. വയർ, കേബിൾ, പൈപ്പ് ലൈൻ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. എനിവേ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഫോർ വിച്ച് ദ സപ്ലൈർ ഇൻവോയ്സസ് ദ റെസിപ്പിയന്റ് ഓൺ എ റെഗുലർ പീരിയോഡിക്കൽ ബേസിസ്. സപ്ലൈർ ആണെങ്കിലും നമ്മൾ ഇൻവോയ്സ് ചെയ്യുന്നത് ഒരു പീരിയോഡിക് ബേസിസിലായിരിക്കും. മന്ത്ലിന്നോ വീക്ക്ലിന്നോ എന്തെങ്കിലും ഒരു പീരീഡ് ബേസിസിലാണ് അവർ ചെയ്യുക. അതുകൂടാതെ ഗവൺമെന്റ് അതിന് പ്രത്യേകം കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യാം. അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് സപ്ലൈ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇത് ഗുഡ്സിന്റെ കേസിൽ പറഞ്ഞാണ്. ഇപ്പൊ സർവീസ് ആണെങ്കിലും സർവീസസിലും ഇതുപോലെ കണ്ടിന്യൂസ് സപ്ലൈ വരാം. ഇപ്പൊ നമ്മുടെ BSNL ലാൻഡ് ലൈൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് അറിയാം, അതും ഒരു ടൈപ്പ് ഓഫ് കണ്ടിന്യൂസ് സപ്ലൈ ആണ്. അത് ത്രൂ വയർ അല്ലെങ്കിൽ കേബിൾ ആണെന്ന് പറയാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇതും കണ്ടിന്യൂസ് സപ്ലൈയിൽ പെടുത്തും. അത്രേ ഉള്ളൂ. അടുത്തത് ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് GST രജിസ്ട്രേഷൻ ഉള്ള സ്ഥലത്തല്ലാതെ വേറെ വല്ലവിടെയും നമുക്ക് ഒരു എന്താ പറയാ ബിസിനസ് നടത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അത്രേ ഉള്ളൂ. അതായത് നമുക്ക് റെഗുലർ ആയിട്ട് ഒരു സ്ഥലത്ത് ബിസിനസ് ഉണ്ട്, അതിനു പുറമെ വേറെ വല്ലവിടെയും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും കൈവശം ഉണ്ടെങ്കിൽ, അതായത് ഹ്യൂമൻ റിസോഴ്സസ്, ടെക്നിക്കൽ റിസോഴ്സസ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, അതെല്ലാം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടെന്ന് പറയാം. A place other than the registered place of business which is characterized by a sufficient degree of permanence and suitable structure in terms of human and technical resources to supply services or to receive and use services for its own needs. അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആയിക്കോട്ടെ ടെക്നിക്കൽ റിസോഴ്സസ് ആയിക്കോട്ടെ അതുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെ നമുക്ക് ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് വിളിക്കാം. അത്രേ ഉള്ളൂ. അടുത്തത് നോൺ ടാക്സബിൾ സപ്ലൈ. നോൺ ടാക്സബിൾ സപ്ലൈ ഓൾറെഡി നമ്മൾ നോക്കിയിട്ട് വന്നത് തന്നെയാണ്. നോൺ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുമ്പോൾ GST ആക്ട് പ്രകാരം
പ്രകാരം അതിന് ടാക്സ് ലെവി ചെയ്യില്ലെങ്കിൽ അതിനെ നോൺ ടാക്സബിൾ എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ ഇപ്പൊ ആൽക്കഹോളിക് ലിക്കർ അല്ലെങ്കിൽ സെയിൽ ഓഫ് ലാൻഡ് എക്സെട്ര, അതിനൊന്നും GST ഇല്ല. അപ്പൊ അതൊക്കെ നോൺ ടാക്സബിൾ ആണ്. ഓക്കെ, അടുത്തത് ഗുഡ്സിന്റെ ഡെഫിനേഷൻ. അപ്പൊ ഗുഡ്സിന്റെ ഡെഫിനേഷനും ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ടാവും വേറെ ആക്ട് പ്രകാരം. ഓക്കെ, ഇനി GST ആക്ട് പ്രകാരം എന്താണെന്നുള്ളതാണ്. അപ്പൊ ഗുഡ്സ് മീൻസ് ഓൾ കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. ഗുഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ മൂവബിൾ ആയിരിക്കും. മൂവബിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും. ബട്ട് ഇറ്റ് എക്സ്ക്ലൂഡ്സ് മണി ആൻഡ് സെക്യൂരിറ്റീസ്. മണി ആൻഡ് സെക്യൂരിറ്റീസ് മൂവബിൾ ആണ്, പക്ഷെ അത് ഗുഡ്സ് അല്ല. ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ആക്ഷനബിൾ ക്ലെയിം. ആക്ഷനബിൾ ക്ലെയിം എന്ന് വെച്ചാൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ടിന്റെ പ്രത്യേകത എന്താണ്? അതിൽ ഒരാൾ ഇത്ര രൂപ തരാന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെയുള്ളതിനെ നമ്മൾ ആക്ഷനബിൾ ക്ലെയിം എന്ന് വിളിക്കും. ഓക്കെ, നമുക്ക് അത് വെച്ചിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പോ അങ്ങനെയുള്ള ഡോക്യുമെന്ററി ആയിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ നമുക്ക് അവിടുന്ന് എന്തെങ്കിലും പൈസ കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ, അത് ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആക്ഷനബിൾ ക്ലെയിംസ് ആണ്. ഗ്രോയിങ് ക്രോപ്സ്. ഗ്രോയിങ് ക്രോപ്സ് എന്ന് വെച്ചാൽ വളർന്നുകൊണ്ടിരിക്കുന്ന ക്രോപ്പുകൾ, ചെടികൾ. ഗ്രാസ് ആൻഡ് തിങ്സ് ഫോമിംഗ് പാർട്ട് ഓഫ് ലാൻഡ് എഗ്രി ടു ബി സെവർഡ് ബിഫോർ സപ്ലൈ ഓർ അണ്ടർ ദ കോൺട്രാക്ട് ഓഫ് സപ്ലൈ. ഗ്രാസ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ. ഇപ്പൊ പുല്ല് എന്നൊക്കെ വെച്ചാൽ അത് മണ്ണിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ എങ്ങനെയാ നമ്മൾ അതിനെ മൂവബിൾ എന്ന് വിളിക്കുക എന്നുള്ളത് ഒരു സംശയം വരും. അപ്പൊ ഇതൊക്കെ മൂവബിൾ ആണെന്ന് വിളിക്കാൻ കാരണം അത് എഗ്രിമെന്റ് പ്രകാരം, നമ്മുടെ കോൺട്രാക്ട് പ്രകാരം നമ്മൾ സപ്ലൈ ചെയ്യുന്നതിന് മുന്നേ, അവർക്ക് വിൽക്കുന്നതിന് മുന്നേ അത് മുറിച്ചിട്ട് കൊടുക്കാനോ വല്ലതും എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ മതി. അങ്ങനെയാണെങ്കിൽ മൂവബിൾ ആയില്ലേ? ഇപ്പൊ ഞാൻ പറയാൻ, ഈ പാടത്ത് വളരുന്ന എല്ലാ പുല്ലും നിങ്ങൾ എടുത്തോളൂ എന്ന് പറയാണ്. ശരിക്കും ആ പുല്ല് എന്ന് പറയുന്നത് എന്താണ്? അവിടെ അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്ന സാധനമാണ്. പക്ഷെ എഗ്രിമെന്റ് പ്രകാരം ഞാൻ അത് മുറിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതെന്തായി? ഗുഡ്സ് ആയി. അപ്പോ ഗുഡ്സ് എന്ന് പറയുന്നത് ഓൾ കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. മൂവബിൾ പ്രോപ്പർട്ടിയാണ് അതിൽ വരുന്നത്. ആക്ഷനബിൾ ക്ലെയിംസ് വരും, ഗ്രോയിങ് ക്രോപ്സ് വരും, ഗ്രാസ് ആൻഡ് തിങ്സ് ഫോമിംഗ് പാർട്ട് ഓഫ് ദ ലാൻഡ് എഗ്രി ടു ബി സെവേർഡ്. സെവേർഡ് എന്ന് വെച്ചാൽ കട്ട്. ഓക്കെ, എഗ്രി ടു ബി കട്ട് ബിഫോർ സപ്ലൈ ഓർ അണ്ടർ ദ കോൺട്രാക്ട് ഓഫ് സപ്ലൈ. അപ്പൊ സപ്ലൈ ചെയ്യുന്നതിന് മുന്നോ അല്ലെങ്കിൽ കോൺട്രാക്ട് പ്രകാരം നമ്മൾ അത് മുറിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഗുഡ്സിൽ പെട്ടു. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്തത് സർവീസസ് ആണ്. അപ്പൊ സർവീസസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എനിത്തിങ് അതർ ദാൻ ഗുഡ്സ് ആണ് സർവീസസ് എന്ന് പറയുന്നത്. പക്ഷെ എന്തും വരില്ല, മണിയും സെക്യൂരിറ്റീസും വരില്ല. മണി ആൻഡ് സെക്യൂരിറ്റീസ് ഗുഡ്സിലും വരുന്നില്ല, മണി ആൻഡ് സെക്യൂരിറ്റീസ് സർവീസസിലും വരുന്നില്ല. പക്ഷേ മണി വരില്ല ഇൻ ദ സെൻസ് പൈസ നേരിട്ട് വരില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു യൂസ് ഓഫ് മണി ഓർ ഇറ്റ്സ് കൺവേർഷൻ ഫോർ എ കൺസിഡറേഷൻ. മണി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് കൺവേർഷൻ, മണി കൺവേർഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് മാറ്റുകയാണ്. അതായത് ഇപ്പൊ ഞാൻ US ഡോളേഴ്സിലേക്ക് കുറച്ച് ഇന്ത്യൻ റുപ്പീസ് മാറ്റി കഴിഞ്ഞാൽ അവിടെ അവരൊരു സർവീസ് തരുന്നുണ്ടല്ലോ. അതായത് ഇപ്പൊ ബാങ്കിൽ കൊണ്ടായിട്ട് ഞാൻ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് തരുന്ന ഒരു സർവീസ് ഇല്ലേ, അതിന് GST ഉണ്ട്. നേരിട്ട് മണിക്ക് മണിയാണെങ്കിൽ അതിന് എന്താ പറയാ, അതിനെ സർവീസിലോ അല്ലെങ്കിൽ ഗുഡ്സിലോ പെടുത്തുന്നില്ല എന്നേ ഉള്ളൂ. അതായത് ഇപ്പൊ ഞാൻ 10 രൂപയുടെ നോട്ട് കൊടുത്ത് കോയിൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും പെടുത്തില്ല, അതിന് GST ഒന്നും ഇല്ല. അത് ഗുഡ്സിലും സർവീസിലും ഒന്നും വരണില്ല, അതിനൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പകരം ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്താണ്, എന്തെങ്കിലും ഒരു ചാർജ് ചെയ്തിട്ട്, അതായത് മണി കൺവേർഷനോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു യൂസ് ഓഫ് മണി എന്ന് പറയുമ്പോൾ ബാങ്കിൽ ലോൺ കൊടുക്കുന്നത് വരെ ഇതിൽ പെടുത്താം. ഓക്കെ, അപ്പൊ മണി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് GST ഉണ്ട്, അതിനെ സർവീസസിൽ പെടുത്തിയിട്ടുണ്ട്. പ്യുവർ മണിയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ബാങ്കിൽ പോയി ലോൺ എടുക്കുമ്പോൾ ലോൺ പ്രോസസിംഗ് ഫീസ് എന്നൊക്കെ പറഞ്ഞ് അവർ വാങ്ങിക്കും. അപ്പൊ അങ്ങനെ വാങ്ങിക്കുന്നതിനൊക്കെ GST ഉണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് മണി. മണി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണത്, അല്ലെ? അതുപോലെ തന്നെ മണി കൺവേർഷൻ ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യണു, അതായത് ഇപ്പൊ ഞാൻ US ഡോളർ ആക്കി മാറ്റുകയാണെങ്കിൽ അപ്പൊ അവർ അങ്ങനെ മാറ്റി തരുന്നതിന് എന്റെ ഒരു ഫീസ് കളക്ട് ചെയ്യും. ആ ഫീസ് കളക്ട് ചെയ്യുന്നതിന് GST ഉണ്ട്. അതേസമയം ഞാൻ ജസ്റ്റ് 10 രൂപ നോട്ട് കൊടുത്തിട്ട് അതിന് കോയിൻസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ അതിനൊന്നും GST ഒന്നും ഇല്ല. കാരണം അത് ജസ്റ്റ് മണി എന്നുള്ള ഡെഫിനേഷനിലേ വരുന്നുള്ളൂ, അല്ലാതെ യൂസ് ഓഫ് മണി എന്നോ അല്ലെങ്കിൽ മണി കൺവേർഷൻ എന്നുള്ളതിൽ വരില്ല. അപ്പൊ അതാണ് ഡിഫറൻസ്. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സർവീസ് എന്ന് പറയുമ്പോൾ എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, മണി ആൻഡ് സെക്യൂരിറ്റീസ്. പക്ഷേ സർവീസിൽ പെടുന്ന കാര്യമാണ് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു യൂസ് ഓഫ് മണി. അതാണ് ഇപ്പൊ ഈ ലോൺ കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇറ്റ്സ് കൺവേർഷൻ ഫോർ എ കൺസിഡറേഷൻ. അത് നമ്മൾ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ ഇൻ ദ സെൻസ് ഇങ്ങനെ ഫോറിൻ എക്സ്ചേഞ്ച് അങ്ങനെ വല്ല കൺവേർഷനും ചെയ്യാണ്. ഇറ്റ് മസ്റ്റ് ബി ഫോർ എ കൺസിഡറേഷൻ. ഒരു കൺസിഡറേഷൻ ആയിരിക്കണം, ഫ്രീ ആയിട്ട് ആയിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ അത് സർവീസ് എന്നുള്ള ഡെഫിനേഷനിൽ പെടും.
അടുത്തത് ഇന്ത്യയുടെ ഡെഫിനേഷൻ ആണ്. അപ്പൊ ഇന്ത്യ ഇൻക്ലൂഡ്സ് അല്ലെങ്കിൽ ഇന്ത്യ മീൻസ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആസ് റെഫർ ടു ഇൻ ആർട്ടിക്കിൾ 1 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോർഡർ അല്ലെ, നമ്മുടെ ഭൂമിയിലുള്ള ബോർഡറിനെ നമുക്ക് ടെറിട്ടറി എന്ന് വിളിക്കാം. അപ്പൊ ആ ടെറിട്ടറി ആർട്ടിക്കിൾ 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ടെറിട്ടറി ഉൾപ്പെടും. ഇപ്പൊ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള എല്ലാം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. അതുകൂടാതെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കടലിന്റെ ഭാഗമാണ്. അപ്പൊ കടലിൽ ഒരു പരിധിവരെ നമുക്ക് ഇന്ത്യൻ ടെറിട്ടറിയിൽ പെടുത്താനുള്ള അവകാശമുണ്ട്. അപ്പൊ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് അതിൽ പെടും. സീബെഡ്, subsoil underlying such waters, continental shelf, exclusive economic zone or any other maritime zone as referred to in the territorial waters, continental shelf, exclusive economic zone and other maritime zones act 1976. അപ്പൊ കടലിൽ നമുക്ക് എത്രത്തോളമാണ് നമ്മുടെ ടെറിട്ടറി എന്നുള്ളതിനാണ് ഈ ചിത്രം. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ബേസ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ആ കടൽ തീരമാണ് കേട്ടോ. മണലില്ലേ, മണലിന്റെ ആ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അതാണ് ബേസ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ബേസ് ലൈൻ എന്ന് 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള സ്ഥലം ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ 12 നോട്ടിക്കൽ മൈൽസ് വരെ. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് ഏകദേശം 1.85 കിലോമീറ്റേഴ്സ് വരും ഒരു നോട്ടിക്കൽ മൈൽ. അപ്പൊ അങ്ങനെയുള്ള 12 നോട്ടിക്കൽ മൈൽസ് വരെ ഉള്ളത് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് വിളിക്കും. അപ്പൊ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യ എന്നുള്ള ഡെഫിനേഷനിൽ പെടുന്നുണ്ട്. അപ്പോൾ GST ആക്ട് പ്രകാരം ഇന്ത്യ എന്താന്ന് പറയുമ്പോൾ നമ്മുടെ ടെറിട്ടറി വരുന്നുണ്ട്, അതിന് പുറമെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് വരുന്നുണ്ട്. ഈ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കഴിഞ്ഞിട്ടുള്ള 24 നോട്ടിക്കൽ മൈൽസിനെ നമ്മുടെ കണ്ടീജിയസ് സോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, കണ്ടീജിയസ് സോൺ. അത് കഴിഞ്ഞാൽ കണ്ടീജിയസ് സോണിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽസ് വരെ, കണ്ടീജിയസ് സോണിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽസ് വരെയുള്ളതിനെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്ന് വിളിക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ടുള്ളതാണ് ഹൈസി. ഹൈസി എന്ന് വെച്ചാൽ ആഴക്കടൽ എന്ന് വിളിക്കില്ലേ, ആഴക്കടൽ. അപ്പൊ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും നമുക്ക് നമ്മുടെ രാജ്യത്തിന് എന്തൊക്കെ അധികാരങ്ങൾ ഉണ്ടെന്ന് പറയാനാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എനിവേ ഇന്ത്യ എന്നുള്ള ഡെഫിനേഷനിൽ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് വരെ പെടുന്നുള്ളൂ. എങ്കിലും ഇവിടെയൊക്കെ നമുക്ക് എന്തുണ്ടാവാം, ഇപ്പൊ ഇവിടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ ഒക്കെ പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. അത് കഴിഞ്ഞാൽ കണ്ടിജിയസ് സോൺ ഉണ്ട്, അതുകൂടാതെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ ഉണ്ട്. അപ്പൊ ഓരോ സ്ഥലത്തും നമ്മുടെ രാജ്യത്തിന് എന്തൊക്കെ അധികാരങ്ങളാണ് ഉള്ളത്, കടലിലാണെങ്കിലും എന്തൊക്കെ അധികാരങ്ങളുണ്ട്. ഇപ്പൊ അവിടെ ആരെങ്കിലും വന്ന് കടൽ കൊള്ള ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ പിടിച്ചിട്ട് വരാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനില്ലേ. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ഡെഫിനേഷൻ കൊടുത്തു വെച്ചിട്ടുള്ളത്. എനിവേ, അപ്പോ ഏകദേശം അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.85 കിലോമീറ്റേഴ്സ് ആൻഡ് എബവ് ആണ് വരുന്നത്. ഓക്കെ, ഏകദേശം 1.85 കിലോമീറ്റേഴ്സ്. ഇനി ഇത് കൂടാതെ ടെറിട്ടറി, അതുപോലെ തന്നെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിന്റെയും മേലെ വരുന്ന എയർ സ്പേസ്, ആകാശം, അതും എന്തിൽ പെടും, ഇന്ത്യ എന്നുള്ള ഡെഫിനേഷനിൽ പെടും. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അടുത്തത് റെസിപ്പിയന്റ് എന്നുള്ള ഡെഫിനേഷൻ ആണ്. റെസിപ്പിയന്റ് എന്ന് വെച്ചാൽ റിസീവ് ചെയ്യുന്ന ആള് അല്ലെ, അത് തന്നെയാണ് മീനിങ്. അപ്പോൾ റെസിപ്പിയന്റ് എന്നുള്ളത് ഇഫ് കൺസിഡറേഷൻ ഈസ് പേയബിൾ ഫോർ ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. കൺസിഡറേഷൻ പേ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ, കൺസിഡറേഷൻ പേ ചെയ്യണം എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരു സർവീസ് അല്ല, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഗുഡ്സ് കിട്ടുന്ന ഒരു സാഹചര്യം അല്ല എന്നുണ്ടെങ്കിൽ ആരാണോ കൺസിഡറേഷൻ അടയ്ക്കുന്നത്, ആരാണോ പേയ്മെന്റ് കൊടുക്കുന്നത്, അയാളെയാണ് നമ്മൾ റെസിപ്പിയന്റ് എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പോ കൺസിഡറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇഫ് നോ കൺസിഡറേഷൻ is payable for supply of goods or services. ഗുഡ്സിന്റെ കേസിൽ കൺസിഡറേഷൻ നമുക്ക് കൊടുക്കേണ്ടി വരുന്നില്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ സാധനം, അല്ലെങ്കിൽ ആരാണോ ഈ സാധനം ഉപയോഗിക്കുന്നത്, ആ വസ്തു ഉപയോഗിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ആരാണോ അത് അൾട്ടിമേറ്റ്ലി ആരാണോ അത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ കയ്യിലാണോ അതിന്റെ പൊസഷൻ ഉള്ളത്, അങ്ങനെയുള്ള ആ വ്യക്തിനെയാണ് നമ്മൾ റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. ഗുഡ്സിന്റെ കേസിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പേഴ്സൺ ടു ഹും ദ ഗുഡ്സ് ആർ ഡെലിവേർഡ്, ആർക്കാണോ സാധനം കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണോ അത് പ്രോസസ് ചെയ്യുന്നത്, കൈവശം വെക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ അത് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള ഒരു മീനിങ് ആണ്. അവരെയാണ് നമ്മൾ റെസിപ്പിയന്റ് എന്ന് വിളിക്കുന്നത്. ഇഫ് നോ കൺസിഡറേഷൻ ഈസ് പേബിൾ ഫോർ ദ സപ്ലൈ ഓഫ് സർവീസസ്. സർവീസസിന്റെ കേസിൽ കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ഗുഡ്സിന്റെ കേസിൽ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ ഇനി സർവീസസിന്റെ കേസിലും കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആർക്കാണോ സർവീസ് കൊടുത്തിട്ടുള്ളത് ആ വ്യക്തിനെയാണ് നമ്മൾ റെസിപ്പിയന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ റെസിപ്പിയന്റ് എന്ന് പറഞ്ഞാൽ ഏജന്റും റെസിപ്പിയന്റ് എന്നുള്ള കാറ്റഗറിയിൽ പെടാം. ഓക്കെ, റെസിപ്പിയന്റ് ഇൻക്ലൂഡ്സ് ആൻ ഏജന്റ് ആക്ടിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദ റെസിപ്പിയന്റ് ഇൻ റിലേഷൻ ടു ദ ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈഡ്, ഗുഡ്സ് ഓർ സർവീസസ് സപ്ലൈഡ്. അപ്പോൾ ഒരു ഏജന്റ് ആണെങ്കിൽ പോലും അവരെയും നമുക്ക് റെസിപ്പിയന്റ് എന്ന് വിളിക്കാവുന്നതാണ്. അപ്പൊ റെസിപ്പിയന്റ് എന്ന് പറയുമ്പോൾ കൺസിഡറേഷൻ ഉള്ള കേസിൽ കൺസിഡറേഷൻ ആരാണോ കൊടുക്കുന്നത് അയാളാണ് റെസിപ്പിയന്റ്. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ ഗുഡ്സിന്റെ കേസിൽ ആരാണോ ആ വസ്തു ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണോ ആ വസ്തു കിട്ടിയിരിക്കുന്നത്, അവരാണ് റെസിപ്പിയന്റ്. സർവീസിന്റെ കേസിൽ ആർക്കാണോ സർവീസ് റിസീവ് ചെയ്തിട്ടുള്ളത് അവരാണ് റെസിപ്പിയന്റ്. ഓക്കെ, റിവേഴ്സ് ചാർജ്. റിവേഴ്സ് ചാർജ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു, നോർമലി GST പ്രകാരം
GST ടാക്സ് അടയ്ക്കേണ്ടത് സപ്ലയർ ആണ്. സപ്ലയർ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലയർ ഓഫ് സർവീസസ് ആണ് ടാക്സ് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടത്. എന്നാൽ ചില സിറ്റുവേഷൻസിൽ റെസിപ്പിയന്റിന് അടയ്ക്കേണ്ടതായിട്ട് വരും. ആ സിറ്റുവേഷൻസിലാണ് നമ്മൾ അതിനെ റിവേഴ്സ് ചാർജ് എന്ന് വിളിക്കണം. അത്രേ ഉള്ളൂ. സപ്ലയർ ആണ് ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ അതിനെ ഫോർവേഡ് ചാർജ് എന്ന് വിളിക്കും. അതേസമയം റെസിപ്പിയന്റ് ആണ് ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ അതിന് റിവേഴ്സ് ചാർജ് എന്ന് വിളിക്കും. അത്രേ ഉള്ളൂ. അതിന് രണ്ട് സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 9(3) 9(4) ആണ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ജസ്റ്റ് ഇപ്പൊ ഒരു ഐഡിയക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അടുത്തത് ടാക്സബിൾ സപ്ലൈ എന്താണെന്നുള്ളതാണ്. ടാക്സബിൾ സപ്ലൈ എന്ന് വെച്ചാൽ ആ പേരിലുള്ളത് തന്നെയാണ് ടാക്സബിൾ ആയിട്ടുള്ള സപ്ലൈ. സപ്ലൈ എന്നുള്ളതിന്റെ ഡെഫിനേഷൻ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അപ്പൊ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുമ്പോൾ ഒരു സപ്ലൈയിൽ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനെ ടാക്സബിൾ സപ്ലൈ എന്ന് വിളിക്കണം. അത്രേ ഉള്ളൂ. എ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് വിച്ച് ഇസ് ലെവിയബിൾ ടു ടാക്സ് അണ്ടർ ദിസ് ആക്ട്. അടുത്തത് സപ്ലയർ ആരാണെന്ന്. സപ്ലയർ എന്ന് വെച്ചാൽ ഇപ്പൊ സാധനം സപ്ലൈ ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഗുഡ്സ് കൊടുക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ സപ്ലയർ എന്ന് വിളിക്കുന്നത്. സപ്ലയർ ഇൻക്ലൂഡ്സ് എൻ ഏജന്റ്. അത്രേ ഉള്ളൂ. എനി ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഷാൽ മീൻ ദ പേഴ്സൺ supplier in relation to any goods or service or both shall mean the person supplying the said goods or service or both and shall include an agent acting on behalf of such a supplier in relation to the goods or service or both supplied. ആരാണോ സപ്ലൈ ചെയ്യുന്നത് it includes an agent also. ഏജന്റ് വഴി സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏജന്റിനെ അവിടെ നമ്മൾ സപ്ലയർ എന്ന് വിളിക്കണം. അത്രേ ഉള്ളൂ. അടുത്തത് ടാക്സബിൾ പേഴ്സൺ. ടാക്സബിൾ പേഴ്സൺ എന്ന് വെച്ചാൽ GST പ്രകാരം രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരു വ്യക്തി ടാക്സബിൾ പേഴ്സൺ ആണ്. അതുപോലെ തന്നെ GST പ്രകാരം രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യതയുള്ള ഒരു വ്യക്തിയും ടാക്സബിൾ പേഴ്സൺ ആണ്. അപ്പൊ ആരൊക്കെയാണ് GST എന്തായാലും രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് വോളണ്ടറി ആയിട്ട് എടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ തൽക്കാലത്തേക്ക് ടാക്സബിൾ പേഴ്സണിൽ ഈ പറഞ്ഞ ആരും ഓർത്ത് വെക്കുക. GST പ്രകാരം രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരു വ്യക്തി ആരാണ്? എടുത്തിട്ടുള്ള ഒരു വ്യക്തി ടാക്സബിൾ പേഴ്സൺ ആണ്. അല്ലെങ്കിൽ GST പ്രകാരം കമ്പൽസറിലി രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യതയുള്ള ഒരാളും ടാക്സബിൾ പേഴ്സൺ ആണ്. അത്രേ ഉള്ളൂ. അപ്പോൾ രജിസ്ട്രേഷൻ ഏതൊക്കെ കേസിൽ എങ്ങനെയാണെന്നുള്ളത് പിന്നീട് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഇത്രയാണ്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് എല്ലാം കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഏകദേശം ഇമ്പോർട്ടന്റ് എന്ന് എനിക്ക് തോന്നിയതൊക്കെ. ബാക്കി ടെക്സ്റ്റിൽ ഇനി ഏതെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് വായിച്ച് നോക്കിക്കോളൂ. ചിലത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ വിട്ടിട്ടുണ്ട്. പിന്നെ ചിലത് ബാക്കി ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നോക്കാന്ന് പറഞ്ഞിട്ടും വിട്ടിട്ടുണ്ട്. ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.